ദേ ഹൈവേ ഫ്രണ്ടേജിൽ 120 അടിക്ക് മുകളിൽ റോഡ് ഫ്രണ്ടേജുള്ള 2.5 ഏക്കറും ദീ കാണുന്ന അടിപൊളി ഒരു വീടും. ഇടത്തോട്ട് കുറേ കൂടി സ്ഥലം ഉണ്ട് കേട്ടോ. ഞാനത് അകത്തേക്ക് കൂടി കയറി കാണിക്കാം. ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ. ദേ വീടിൻ്റെ ലുക്ക് നോക്കി. ഇഷ്ടം പോലെ തേങ്ങ, അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ, എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കേരളത്തിലെവിടെയെങ്കിലും നിങ്ങളൊരു വീട് വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കണ്ട ഇഷ്ടം പോലെ ഏരിയയാണ്. കണ്ട മതിൽ ഇവിടം വരെ ഇനി അങ്ങാട് കണ്ട ആ ഒരു ചുവന്ന ഷീറ്റ് കണ്ട അവിടം വരെ റോഡ് ഫ്രണ്ടേജാണ്. കണ്ട ബസ്സൊക്കെ പോകണണ്ട. ഇഷ്ടം പോലെ പ്രൈവറ്റും അതുപോലെ തന്നെ KSRTC ഉണ്ട്. എന്താ ഒരു ലെങ്ത് നോക്കി. കൊമേഴ്സ്യല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റിയ സ്ഥലം, അതും നിസ്സാര വിലക്ക്. എല്ലാവിധ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ കണ്ട. ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട. ചക്കയൊക്കെ ഉണ്ടാക്കി കിടക്കണണ്ട. ഇഷ്ടം പോലെ ചക്കയുണ്ട്. റംബൂട്ടാൻ, തേങ്ങയൊക്കെ ഇഷ്ടം പോലെ. തേങ്ങക്കൊക്കെ ഒരു ക്ഷാമമില്ലാത്ത ഒരു പറമ്പാണിത്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. തേങ്ങയൊക്കെ കൂട്ടിയിട്ടാണ് കാണിച്ചു തരാം. പൊതിച്ച് ഇതേണ്ട തേങ്ങ പൊതിച്ച് കൂട്ടിയിട്ടാണ് കണ്ട. അതിൻ്റെ മടലും കാര്യങ്ങളൊക്കെ കിടക്കണ്ട. കുറച്ചൊക്കെ വിറ്റ് അതിൻ്റെ ബാക്കിയാണ് കിടക്കണം. തെങ്ങുമ്മലുള്ള തേങ്ങകളും കാര്യങ്ങളൊക്കെ നോക്കി. ഇതൊന്നും അല്ലട്ടോ തെങ്ങ്, ഇനിയും വേണ്ടി ഇഷ്ടം പോലെ തെങ്ങ്. ഞാൻ അതും കാണിച്ചു തരാം കേട്ടോ. കണ്ട നല്ല കായ്ഫലമുള്ള ഇഷ്ടം പോലെ തെങ്ങ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ. ഇനി വീടിൻ്റെ അകത്തോട്ട് കയറിയല്ല, വീടിൻ്റെ അകത്തുണ്ട് കുറേ. റംബൂട്ടാൻ മൊത്തം കായ്ച്ചിരിക്കണണ്ട. ഇത് റംബൂട്ടാൻ്റെ സീസണാണല്ലോ. കണ്ട ബസ് പോകണണ്ട, പ്രൈവറ്റൊക്കെ പോകണ്ട. പ്രൈവറ്റും KSRTC ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട. വണ്ടിക്കൊന്നും വേണ്ട. ഇവിടെ ഒരു 3 വേറെ നിൽക്കണണ്ട. തെങ്ങുമ്മലൊക്കെ ഇഷ്ടം പോലെ തേങ്ങയും കാര്യങ്ങളും. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം. സിറ്റ് ഔട്ട് എല്ലാം ഗ്രാനൈറ്റ് സ്ലാബിലാണ് ഫിനിഷ് ചെയ്തേക്കണം. ഈ മരമൊക്കെ തേക്കാണ്ട, വാതിലും കാര്യങ്ങളൊക്കെ. ഇതാണ് ലിവിങ് ഏരിയ. വീട് കുറച്ച് പഴക്കമുള്ള വീടാണ്. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഒരുപാട് പഴക്കമൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. വീട് ഏതാണ്ട് 14 വർഷം തന്നെ പഴക്കമുണ്ട്. ഇതേ ഫസ്റ്റ് ബെഡ്റൂം. ഒരുപാട് സാധനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൗകര്യം കിട്ടും. കാരണം എല്ലാം വലിയ ബെഡ്റൂമാണ്. ഈ വീട് തന്നെ ഏകദേശം 5 ബെഡ്റൂം ഈ ഒരൊറ്റ രീതി തന്നെ ഉണ്ട്. പിന്നെ താഴത്ത് ഒരു ഫ്ലോർ റെൻ്റ് ഔട്ട് ചെയ്യുന്നത്. കാരണം 3 നിലയാണ് ഈ വീട്. അതിൻ്റെ താഴത്ത് പറഞ്ഞാൽ 3 ബെഡ്റൂമിൻ്റെ വേറെ സെപ്പറേറ്റ് ഉണ്ട്. അത് റെൻറ്റിന് കൊടുത്തേക്കാണ്. അതിൻ്റെ വഴിയും കാര്യങ്ങളും അപ്പുറ സൈഡിൽ കൂടി താഴത്തോട്ടുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കോളേജ് ഉണ്ട്. അപ്പോൾ കോളേജുള്ള കാരണം അവിടെയുള്ള ടീച്ചർമാരാണ് അവിടെ വാടകയ്ക്ക് താമസിക്കണം. ഇത് 2ാമത്തെ അറ്റാച്ച്ഡ് ബെഡ്റൂം. ഈ ഒരൊറ്റ ഫ്ലോറിൽ മാത്രം, ഫസ്റ്റ് ഫ്ലോറിൽ മാത്രം, അതായത് ഫസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, മിഡിലായിട്ട്. റോഡ് എന്താ പറയുക, ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെവലിലാണ് നിൽക്കണം. താഴത്തോട്ട് വരുന്നതുകൊണ്ട് മുകളിലോട്ടും ഉണ്ട്. ഇത് മാത്രം ഈ ഒരു ഫ്ലോറിൽ മാത്രം 3 ബെഡ്റൂം. ഇത് അവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇതേ വാഷ് കൗണ്ടർ ഏരിയ. ഇതേ ഇവിടെ ഒരു റൂമുണ്ട്. ഇതിന് മാത്രം അറ്റാച്ച്ഡ് ഇല്ല കേട്ടോ. താഴത്തുള്ളതിൽ 2 അറ്റാച്ച്ഡും ഇതൊരെണ്ണത്തിന് കോമൺ ബാത്റൂമാണ്. പിന്നെ ഇതിൻ്റെ കിച്ചൺ. കണ്ട വലിയൊരു കിച്ചൺ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്റ്റോർ റൂം. ഇനി സെക്കൻഡ് കിച്ചൺ ഉണ്ട്, വർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇതേ സെക്കൻഡ് കിച്ചൺ. അവിടെ നിന്ന് വെയിലടിക്കണ കാരണം ആ ഒരു ഇത് തന്നെ. അത് ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ട. ഇവിടെ ഒരു നല്ലൊരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തുണിയൊക്കെ അലക്കാനും ഉണക്കാനും ഇടാനുള്ളൊരു സ്പേസാണിത്. ഉണ്ടാകും എല്ലാ സൗകര്യമുള്ളൊരു വീടാണ്. ഈ വീടിനകത്ത് മൊത്തം 8 ബെഡ്റൂം ഉണ്ട്. അതിൽ 5 ഇവർ തന്നെ ഉപയോഗിക്കണം. ഈ 2 നില വീട്. താഴത്തുള്ളത് റെൻറ്റിന് കൊടുത്തേക്കാണ്. 3 ബെഡ്റൂമുള്ളൊരു പോർഷനാണത്. പിന്നെ ബാക്കിലോട്ട് സ്ഥലമുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇത് 2.5 ഏക്കറും വീടുമാണ്. ഇതിൻ്റെ കറക്റ്റ് സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് അറിയാം. കാരണം 2ാമത് എടുത്തേക്കണ കാരണം എത്ര സ്ക്വയർ ഫീറ്റാണെന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ ചെക്ക് ചെയ്യാട്ടത്. കാരണം എല്ലാ സൗകര്യവും ഉണ്ട്.
എൻ്റെ ഒരു കണക്കൂട്ടൊരു 3500 സ്ക്വയർ ഫീറ്റോളം ഉണ്ടെന്നാണ് തോന്നണം കണ്ടിട്ട്. പിന്നെ താഴത്തെ കൂട്ടിക്കാനുണ്ടെങ്കിൽ പിന്നെയും ഉണ്ടാവും. അപ്പോൾ ഒരു 5000 സ്ക്വയർ ഫീറ്റ് അടുക്കെ വരും. കാരണം താഴത്ത് 3 ബെഡ്റൂം ഇതൊക്കെ ഉള്ള വലിയൊരു ഏരിയ വേറെ ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്, കോമൺ ബാത്റൂം. ഇവിടെ ഒരു വലിയൊരു ബെഡ്റൂം വേറെ ഉണ്ട്, ബാൽക്കണി ഉണ്ട്. ഞാൻ ഇത്തിരി സ്പീഡിൽ കാണിച്ച് പോണേണ്ട, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആണെന്ന് കരുതി. ഇവിടെ വലിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. എന്താ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകണുണ്ടല്ലേ, ഫുൾ ടൈം വണ്ടിയുള്ളൊരു ഏരിയ ഉണ്ടാ. ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ നമ്മുടെ കോതമംഗലം മൂന്നാറ് റൂട്ടിലാണ്. കോതമംഗലത്ത് നിന്ന് വെറും 3.5 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ ഹൈവേ സൈഡിലുള്ള ഈ വീട്. ഇതിന് ചോദിക്കണ 1 സെൻറ്റിന് വെറും 2 ലക്ഷം രൂപയാണ്. തേങ്ങയൊക്കെ കൂട്ടിയിട്ടേക്കണേടാ. അതിൻ്റെ താഴത്താണെങ്കിൽ കുറച്ച് ഏരിയ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഹൈവേ സൈഡിലുള്ള പ്രോപ്പർട്ടിക്ക് ചോദിക്കണ വിലയാണ് 1 സെൻറ്റിന് 2 ലക്ഷം രൂപ, മൊത്തം 2.5 ഏക്കർ. അത് വേണമെങ്കിൽ 1 ഏക്കറും വീടുമായിട്ടും കൊടുക്കുമെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ അത് നമുക്ക് സംസാരിക്കാം. നേരെ സെക്കൻഡ് വഴിയാണ്ട്, ഇത് പ്രൈവറ്റ് വഴിയാണ്, ഈ പ്രോപ്പർട്ടിയിലോട്ട് തന്നെ ഉള്ളതാണ്. നമുക്ക് നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ പോണത് നമുക്ക് കാണാൻ പറ്റും. ഈ റോഡിൽ നിന്ന് ഇറങ്ങേണ്ടത് ഹൈവേയിലോട്ട് തന്നെയാണ്. ഉണ്ടോ വണ്ടി പോയത് കണ്ടോ, വണ്ടി പോയിക്കൊണ്ടിരിക്കണ്ട. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇതാണ് താഴത്തെ റെൻ്റ് ഔട്ട് ചെയ്തേക്കണ വീട്. ഇതിൻ്റെ അകത്ത് 3 ബെഡ്റൂമാണ് ഉള്ളത്. ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ടത്. ഇവിടെ നമുക്ക് കണ്ട കുറേ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ താഴത്തോട്ട് റബ്ബർ തോട്ടമാണ്. അവിടെ ഒരു വലിയ വീട് ഇവിടെ താഴത്ത് വേറെ ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. കണ്ട റൈറ്റ് സൈഡിലൊരു വലിയൊരു വീടുണ്ട്. ഇതിനകത്താണെങ്കിൽ ഇത് മൊത്തം അങ്ങാട് കിടക്കണേന് മൊത്തം 2.5 ഏക്കറാണിത്. നമ്മൾ റോഡിൽ നിന്ന് തുടങ്ങി ഇങ്ങാട് 2.5 ഏക്കർ സ്ഥലമുണ്ട്. അതും കോതമംഗലം മൂന്നാറ് ഹൈവേ ഫ്രണ്ടിൽ. ഇവിടേക്കെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ താഴത്ത് പാർക്കിങ് കൊടുത്ത് മുകളിലോട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്യാനുണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടണതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് 1 ഏക്കറായിട്ട്, അപ്പോൾ വില മാറും, വില കൂടും. ഇപ്പോൾ ചോദിക്കേണ്ട 2 ലക്ഷത്തിൽ നിന്ന് മാറി അത് വേറൊരു വിലയായിട്ട് മാറും. 4 രൂപയ്ക്ക് അടുക്കുക, നേരെ ഡബിളാവും ആ 1 ഏക്കർ മാത്രമാണെങ്കിൽ. അതല്ല ഈ 2.5 ഏക്കർ മൊത്തം എടുക്കണമെങ്കിൽ 2 രൂപ കിട്ടും മൊത്തം. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കണ്ട ആ തേനീച്ചക്കൂടെ കണ്ട കുറേ തേനീച്ചക്കെന്നെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തേനിനൊന്നും അത് കാരണം വീട്ടിൽ ക്ഷാമമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഉണ്ടോ ഇവിടെ ഇത് പാലെടുത്ത് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കണേണ്ട, പാലാണ് എടുക്കണം, ഷീറ്റ് അടിക്കാനുള്ള പെരയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർ നേരിട്ട് ബന്ധപ്പെടാം.